ചേച്ചി കണ്ടുപിടിച്ചോ? ഇല്ല, വാ. എവിടെയായിരുന്നു? ആഹാ, രണ്ടാളും കൂടെ ദാ വരുന്നു പറഞ്ഞ് രാവിലെ പുറത്തോട്ട് ഇറങ്ങിയതാ. എന്താ കൊച്ചുങ്ങൾ നിന്നെ ഒരു പരുവത്തിലാക്കിയോ? എപ്പോഴും അവരുടെ കൂടെ തലകുത്തി മറിഞ്ഞുകൊണ്ടിരുന്ന അല്ലേ? എത്ര നല്ല പിള്ളേരാന്നാ. അല്ലെങ്കിലോ കൊള്ള ബെടുക്കൂസുകളാ. എന്റെ രതി ചേച്ചിയല്ലേ ആള്. മോൻ ദൂരെ ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുന്ന ഓർത്തുള്ള വഴിപാടുകള് എത്രയായിട്ടും ചേച്ചിക്ക് മതിയാവുന്നില്ല. അതാ. ആ പ്രസാദം വേണ്ടേ? ഗോവിന്ദ, ഈ കുട്ടിക്കല്ലയോ ആദ്യം പ്രസാദം തൊടേണ്ടത്. മുണ്ടും മടക്കി കൊടുത്ത ആള് വലുതാവുന്നാണോ പപ്പുവിന്റെ വിചാരം? അതൊക്കെ രതി ചേച്ചി നോക്കിക്കോ. എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ആള് വേറെ ആയിരിക്കും. അതിനല്ലേ ദിവസവും 2 മുട്ട. ആഹാ, പപ്പുവിനൊരു ജോലി തരട്ടെ. എന്ത് ജോലി? പറ. സൈക്കിൾ ഇരിക്കല്ലേ, വൈകുന്നേരം ഒന്ന് ടൗണിൽ വരെ പോവാമോ? എന്തിനാന്നറിയട്ടെ, എന്നിട്ട് പറയാം പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. കാര്യം അറിയാതെ ഞാൻ പൈസ മേടിക്കുകയില്ല. ശരി, ഇന്ന് പറ്റുകയില്ല വേണ്ട. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ അത്യാവശ്യമായിട്ട് സാർ എനിക്ക് ആ വള വാങ്ങിച്ചു തരണം. ഏത് വള? ഹൈസ്കൂൾ മുക്കിലെ കടയിലെ കുപ്പിവള. അല്ല, എന്തോ ഇത്ര വലിയ അത്യാവശ്യം? അതെ, 9ാം ഉത്സവം ആവുമ്പോ ഇട്ടോണ്ട് പോവാനാ. ഇതാണ് സൈസ്. 2 ഡസൻ. 1/2 ഡസൻ കറുപ്പ്, 1/2 ഡസൻ കടും ചോപ്പ്, 1/2 ഡസൻ കടും പച്ച, 1/2 ഡസൻ പപ്പുവിന് ഇഷ്ടമുള്ള നിറം. ആ, ഏതാ പപ്പുവിന് ഇഷ്ടമുള്ള നിറം? രതി ചേച്ചിയുടെ നിറം. വാങ്ങിച്ചോ? രാവിലത്തെ പവർ കണ്ടപ്പോ അടുത്തൊന്നും വാങ്ങിച്ചു തരാൻ സമയം ഉണ്ടാവില്ലെന്ന് തോന്നി. പിന്നെന്താ ഇപ്പൊ നല്ല ബുദ്ധി തോന്നിയത്? ഇനി വളയിടാത്തോണ്ട് ഉറക്കം വരാതിരിക്കണ്ടെന്ന് വിചാരിച്ചു. നോക്കടാ, സമ്മാനമൊക്കെ കൊടുക്കുന്നത് കണ്ടോ? കാണുന്നുണ്ടടാ, എല്ലാം കാണുന്നുണ്ട്. മതിയടാ. എല്ലാവർക്കും അയലത്ത് ഭാഗ്യം കിട്ടുവോ? യോഗം വേണോടാ, യോഗം. വെറുതെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ശരിയാടാ, നമുക്കൊക്കെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കാം.
കലക്കി കളിയാ. സർപ്പദോഷം ഉള്ളതുകൊണ്ട് ഊരുപേടിയുള്ള ചെറുപ്പക്കാരും താലി കെട്ടാൻ വരില്ല. കഷ്ടം. അതിപ്പോ താലി കെട്ടിയാലല്ലേ സർപ്പദോഷത്തെ പേടിക്കേണ്ടത്. മറ്റു പരിപാടികൾക്കൊന്നും ആ പേടി വേണ്ടല്ലോ. എന്നാൽ എനിക്കിത്തിരി പേടിയുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. നീ പേടിച്ചിരുന്നു. പേടിയില്ലാത്ത ചില മിടുക്കന്മാര് ഇപ്പൊ നാട്ടിലിറങ്ങിയിട്ടുണ്ട്, ഇല്ലേ അനിയ? അല്ല, ഒന്നുമില്ല. എങ്ങനെയാ ഇതിന്റെ ഒരു ലൈൻ എന്നൊന്ന് പറഞ്ഞു തന്നാ തിരക്കേടില്ലായിരുന്നു. എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ സാർ എന്തുവാ പൊതിഞ്ഞു കൊടുത്ത്? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. വേറൊരു വിരോധം ഉണ്ടായിട്ടല്ല, ഒരു വിരോധം ഉണ്ടായിട്ടല്ല. അശ്വതി, ബാ 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 ദാ. അടി കൂടിയോ? ഇല്ല. പിന്നിങ്ങനെ ഇത് കാറ്റടിച്ചു മുറിഞ്ഞോ? നോക്കിക്കോ, ഇത് ഞാൻ പപ്പുവിന്റെ കുഞ്ഞമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇല്ലെന്നേ, ഇതെന്റെ നഖം കൊണ്ട് പൊറിയതാ. നഖം കൊണ്ടാ ഇങ്ങനാണോ? നീര് പറ പപ്പു, എന്താ ഉണ്ടായേ? ലൈബ്രറിയിൽ ഇന്ന് വഴക്കുണ്ടായോ? ഒന്നുമില്ലെന്നേ. എന്താ വടി പെണ്ണെ, അവൻ എന്തോ പറ്റിയതാ? ഓ, ആമ്പിള്ളേരല്ലേ, അവര് തമ്മി എന്തോ പറഞ്ഞ് വല്ല അടിപിടി ഉണ്ടായി കാണും.